ഇറാനെതിരെ അമേരിക്ക നടത്തിയ വമ്പൻ വ്യോമാക്രമണം. ആ വ്യോമാക്രമണത്തിൽ അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്, ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് സമ്പൂർണ്ണമായി തകർത്തു എന്നുള്ളതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ അവകാശവാദം ഇപ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് തന്നെ പൊളിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇറാനിലെ വ്യോമാക്രമണത്തിൽ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ വിജയകരമായി നശിപ്പിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും അവകാശപ്പെട്ടത്. എന്നാൽ US ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നശിപ്പിച്ചില്ല, കുറച്ചു മാസത്തേക്ക് അത് മന്ദഗതിയിലാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ US ഇന്റലിജൻസ് പറയുന്നത്. പക്ഷേ വൈറ്റ് ഹൗസ് US-ൻ്റെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് നിരസിക്കുകയായിരുന്നു. ഒരു അമേരിക്കൻ റിപ്പോർട്ട് അനുസരിച്ച് US നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് പൂർണ്ണമായും നശിപ്പിച്ചില്ല, മറിച്ച് ഏതാനും മാസത്തേക്ക് മാത്രമേ അതിൻ്റെ ശേഷിയെ പിന്നോട്ട് തള്ളിയിട്ടുള്ളൂ എന്ന് പറയുന്നു. ഇറാന്റെ ആണവ നിലയത്തിൽ 13,607 കിലോഗ്രാം ബോംബ് വർഷിച്ചുകൊണ്ട് ആണവ പദ്ധതി നശിപ്പിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ മിക്ക സൗകര്യങ്ങളും ഭൂമിക്കടിയിലായിരുന്നു, അതിനാൽ അമേരിക്കൻ ബോംബ് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ല. അമേരിക്കൻ ആക്രമണം ഉണ്ടായിരുന്നിട്ടും ചില സെൻട്രിഫ്യൂജുകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ഇറാന്റെ യുറേനിയം ശേഖരം തീർന്നിട്ടില്ല, ഇത് സുരക്ഷിതമാണ് എന്നാണ് കൃത്യമായി അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി പറയുന്നത്. വൈറ്റ് ഹൗസ് ഈ വിലയിരുത്തൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഡൊണാൾഡ് ട്രംപിനെ അപമാനിക്കാനും ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാനുമുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ധീരരായ പൈലറ്റുമാരെ അപകീർത്തിപ്പെടുത്താനുമുള്ള വ്യക്തമായ ശ്രമമാണ് ഈ വിലയിരുത്തലെന്ന് കൃത്യമായി ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.